നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബാക്രമണം. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. അക്രമത്തിന് ഉപയോഗിച്ച കത്തിയും പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പട്ടാമ്പി തൃത്താലയിൽ ലഹരിമരുന്ന് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ മെത്താഫിറ്റമിനുമായി 3 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഓങ്ങല്ലൂർ സ്വദേശികളാണ് പിടിയിലായത്. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് കോൺഗ്രസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളി. നഗ്നമായ സത്യപ്രതിജ്ഞാലംഘനമാണ് ഭരണസമിതി നടത്തുന്നതെന്ന് നേതാക്കൾ. വേനലെത്തും മുമ്പ് തന്നെ കുടിവെള്ളമില്ലാതെ നട്ടം തിരിഞ്ഞ് കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ കുടുംബങ്ങൾ. പ്രളയത്തെ തുടർന്ന് പാമ്പൻതോട് നിന്നും ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ച 52 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുന്നത്. പൈപ്പ് കണക്ഷൻ ലഭിച്ചെങ്കിലും വെള്ളം കിട്ടാക്കനി. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂത്തുത്സവത്തിന് കൊടിയേറി. ഇനി മകരം മുഴുവൻ പരിപാടികൾ. കാളവേല ഫെബ്രുവരി 12-ന്. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾ തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് നിർത്തിയിട്ട ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വാണി വിലാസിനിയിലെ സംഭവസ്ഥലത്തും എത്തിച്ചാണ് പോലീസ് തെളിവുകൾ ശേഖരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 2:30 ചുനങ്ങാട് വാണി വിലാസിനിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് നേരെ പെട്രോൾ ബോംബേർ ഉണ്ടായത്. വീട് നിർമ്മാണത്തിനെത്തിയ 2 തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ പിടിയിലായ 32-കാരൻ മനയങ്കത്ത് നീരജുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിലാളികൾ തന്നെ കളിയാക്കുന്നു എന്ന് ധരിച്ചാണ് നീരജ് അക്രമത്തിന് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുന്നിൽ 6 തൊഴിലാളികളാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇവർക്ക് നേരെയായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം. ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ച തൊഴിലാളികളായ ജിതിനും ബാലിനും നേരെ പ്രതി കത്തി വീശി. കുതറിയോടിയതിനാൽ ഇവർ 2 പേരും രക്ഷപ്പെട്ടു. ആക്രമണം നടത്തിയ ശേഷം പ്രതി നീരജ് തന്റെ ബൈക്കെടുത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി സമീപത്തെ വളപ്പിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് നിർത്തിയിട്ട് കൊച്ചിയിലേക്ക് തീവണ്ടി കയറി. കൊച്ചിയിലുള്ള സുഹൃത്തുക്കളെ ബന്ധപ്പെടാൻ കഴിയാതായപ്പോൾ കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർ പോത്തന്നൂരിൽ എത്തുകയായിരുന്നു. ഇതിനിടെ ഒറ്റപ്പാലം പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പ്രതിയുടെ സുഹൃത്തു വലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തന്നൂരിലെത്തിയ അന്വേഷണ സംഘമാണ് നീരജിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആക്രമണത്തിനുപയോഗിച്ച കത്തിയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിമരുന്ന് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ 4 ഗ്രാമിലധികം മെത്താഫിറ്റമിനുമായി 3 പേരെ അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളെയാണ് പിടികൂടിയത്. തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ കാക്കരാത്തുപടി മോസ്കോ റോഡിൽ കമ്പനിപ്പടിയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ 4 ഗ്രാമിലധികം മെത്താഫിറ്റമിനുമായി 3 പേരെ പിടികൂടിയത്. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ റാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ്, കോർലക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഫാഹിസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. മാസങ്ങളായി എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു ഇവർക്ക് ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്നതിനെക്കുറിച്ച് ഊർജിത അന്വേഷണം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈറ്റ്യൂബ് സാറിന്റെ നേതൃത്വത്തിൽ രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേഴത്തൂർ കാക്കരാത്തുപടി റോഡിൽ വാഹന പരിശോധന നടത്തിവരുവേ K52S3368 എന്ന വാഹനത്തിൽ 4.459 ഗ്രാം MDMA കടത്തി വന്ന കുറ്റത്തിന് പ്രതികളായ 3 ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രികാല പരിശോധന കർശനമായിരിക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ S സുരേഷ്, ഗ്രേഡ് AEI-മാരായ S സിഞ്ചു, G സന്തോഷ് കുമാർ, E ജയരാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ VP മഹേഷ്, അഹമ്മദ് സുധീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അരുൺ, EV അനീഷ്, ഹരിപ്രസാദ് C, ആരതി, അനുരാജ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കാഞ്ഞിരപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. പഞ്ചായത്തിൽ അഴിമതിയും സ്വജന പക്ഷാപാതവും വികസന മുരടിപ്പും ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലകുർശി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അനധികൃത നിയമനം വഴി സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും പല തസ്തികകളിലേക്ക് തിരുകിക്കയറ്റാൻ ശ്രമിക്കുന്ന LDF ഭരണസമിതി നഗ്നമായ സത്യപ്രതിജ്ഞാലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതി രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറാകണമെന്നും ഉദ്ഘാടനം ചെയ്ത അരുൺകുമാർ പാലകുർശി പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകൾ വലിയ പ്രൊജക്ടുകളും വലിയ പദ്ധതികളും വെച്ച് മുന്നോട്ട് പോകുമ്പോ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിയിലെ ഹെൽപ്പർ നിയമനത്തിൽ പോലും നിങ്ങൾ അഴിമതി നടത്തുകയാണ്. മണ്ണാർക്കാട് നടന്നല്ലോ ഹെൽപ്പർ നിയമനത്തിന്, എന്റെ ഭാര്യ പോലും പങ്കെടുത്തല്ലോ. ഞങ്ങൾ അവിടെ അഴിമതി നടത്തിയോ? ഞങ്ങളുടെ ഭാര്യമാർക്ക് ജോലി വേണമെന്നാവശ്യപ്പെട്ടോ? ഇന്റർവ്യൂ ബോർഡ് ഞങ്ങൾ കടന്നു കയറിയോ? പക്ഷേ ഈ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടാൻ അതിനകത്ത് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി വരുന്നു, CPI-യുടെ ലോക്കൽ ഭാരവാഹി വരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാരവാഹികളെ തിരികെ കയറ്റുന്നു. എന്നിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറുടെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നു. ജോലി അവർക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. ജോലി കിട്ടണം, പക്ഷെ കിട്ടുന്നത് നേരായ വഴിക്കായിരിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഒരു കള്ളത്തരം നടത്താൻ പാടില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ PM അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കിസാൻ മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറി C അച്യുതൻ നായർ, സേവാദൾ ജില്ലാ പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ജോസഫ്, മുഹമ്മദ് നവാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജി ടോമി, പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ, പ്രിയ, റീന സുബ്രഹ്മണ്യൻ, ദിവ്യ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AV മുസ്തഫ, ചെറുകര ബേബി, KR ശരത്കുമാർ, ബിബു അക്കിയമ്പാടം എന്നിവർ പ്രസംഗിച്ചു. വെള്ളമില്ലാതെ ജീവനങ്ങ് പോകുമെന്ന ആശങ്കയിൽ കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ കുടുംബങ്ങൾ. 2018 പ്രളയബാധിതമായ പാമ്പൻതോട് ആദിവാസി ഗ്രാമത്തിലെ 52 കുടുംബങ്ങൾക്ക് 3 വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ വീടും സ്ഥലവും നൽകിയെങ്കിലും ഇവിടെ കുടിവെള്ളം കിട്ടാക്കനിയാണ്. കലക്കവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു. വെള്ളമൊന്നുമില്ല. ലാസ്റ്റ് ഞങ്ങളുടെ ജീവനൊക്കെ പോകും വെള്ളമില്ലാതെ. ഭയങ്കര കഷ്ടപ്പാടാണ് ഈ കോളനിയിൽ. മലയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇവിടെ വന്നിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. വെള്ളത്തിൻ്റെ കുറവും ഇതൊക്കെ. അപ്പോൾ കറണ്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിൽ കുടിവെള്ളമില്ലാത്തതിൻ്റെ നേർ വിവരണമാണ് ഈ കേട്ടത്. ഒരു കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത പാമ്പൻതോടിൽ നിന്ന് പുനരധിവസിപ്പിച്ചവരാണ് വിജയനഗറിലുള്ളത്. ഇവിടേക്ക് താമസം മാറ്റി 3 വർഷം കഴിഞ്ഞിട്ടും കുടിക്കാൻ വെള്ളമില്ല. വീടുകളുടെ ഉദ്ഘാടനത്തിനൊപ്പം പൈപ്പ് ലൈനും വീടുകളിലേക്ക് പൈപ്പ് കണക്ഷനും സ്ഥാപിച്ചെങ്കിലും വെള്ളം എത്തിയിട്ടില്ല. ചില വീടുകളിൽ കിണറുകളുണ്ടെങ്കിലും വെള്ളം കുറവാണ്. ചെളിവെള്ളമാണ് ലഭിക്കുന്നത്. ഏറെ ദൂരം ചുമന്നാണ് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത്. അലക്കാനും കുളിക്കാനും പുഴയിൽ പോകും. മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളം എവിടെ നിന്നെങ്കിലും കൊണ്ടുവരണം. ഇഷ്ടം പോലെ ഉണ്ട്. വെറും വെള്ളം എല്ലാം ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒക്കെ പോയി. ആദ്യത്തെ നാട്ടിലത്തെ വെള്ളത്തിൻ്റെ സുഖം ഇവിടെ ഇല്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഭേദിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കര ഒരു കഷ്ടപ്പാടിലാണ് ഞങ്ങൾ, ദുരിതത്തിൽ ജീവിക്കുക. അപ്പുറത്തിപ്പുറത്ത് ഉള്ള വീട്ടുകളിൽ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. പക്ഷെ അതിനൊന്നും വയ്യ. ഇനിയിപ്പോൾ ഈ പുഴയ്ക്ക് പോകേണ്ടി വരും തോന്നുന്നു ചുമക്കാൻ വെള്ളത്തിന്. വേനലിൻ്റെ തുടക്കത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ വരും ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. പാമ്പൻതോട്ടിലായിരുന്നപ്പോൾ വീടിൻ്റെ സമീപത്തായിരുന്നു പുഴ. ഒരു കാലത്തും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സുഖമൊക്കെ പോയി. കിണറുള്ള ചില വീട്ടുകാർക്ക് ചെളിവെള്ളമെങ്കിലും ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്താണ് ചെയ്യുക? കിണർ വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ വലിയ കാശ് വരുമെന്നാണ് തങ്ങളെ സഹായിക്കേണ്ടവർ പറയുന്നതെന്ന് ഇവർ പറയുന്നു. കിണറുണ്ട്, അത് ഇന്നാളും മിനിഞ്ഞാന്നൊക്കെ തേകിയിട്ട് എന്നാലും കലക്ക വെള്ളം തെളിഞ്ഞിട്ടില്ല. അപ്പം ഏറെ ബുദ്ധിമുട്ട്, താഴ്ത്തിക്കാണ് ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന്. പിന്നെ ആദ്യം തന്നെ കുടിവെള്ളം ആക്കിയിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. അന്ന് ഇത്ര കഷ്ടമല്ല. ഈ മലയിലത്തെ ചോലയിൽ ഓസിട്ടുണ്ടായിരുന്നു, അതൊക്കെ വറ്റി വന്നു. ഇപ്പോൾ അവിടെ ഇല്ല, ഒക്കെ ഊരി എടുത്തു ഓസുകളൊക്കെ മലയിലത്തെ. അതുകൊണ്ട് നമ്മുടെ പാമ്പൻതോട് കോളനി പോലെ അതിൻ്റെ പവർ കിട്ടില്ല. മലയിൽ തന്നെ അതിന് അവിടെ നോക്കിയാലും വെള്ളം, ഇത് വീട്, ഇത് പുഴ, അങ്ങനെയാണ്. എന്നാലും കുടിവെള്ളം ബുദ്ധിമുട്ടില്ല അവിടെ. എന്തിനെ അങ്ങനെയാണ്. ഇവിടെ കുടിവെള്ളത്തിനും ബുദ്ധിമുട്ട്,
ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് പിന്നെ കലക്കവെള്ളമായ കലക്കവെള്ളം മുക്കി കുടിക്കുക. താഴെയുള്ള ആൾക്കാർക്ക് അത് സൂക്കോടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തിരുമ്പാനും അലക്കാനും ഈ സൂക്കോടുള്ള ആൾക്കാരിനെ പുഴയിൽ പോയിട്ട് അലക്കി വരുമ്പോഴേക്ക് വീടിന് നോക്കണ്ടേ. അങ്ങനെയൊക്കെയാണ് താഴത്തുള്ള ആൾക്കാരുടെ കഷ്ടപ്പാട്. ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കിണലത്തെ വെള്ളം കുഴി കലക്കവെള്ളം ആയാലും കലക്കവെള്ളം കുടിക്കുക. അതിന് നേരാക്കി തരാൻ പറഞ്ഞിട്ട് അന്ന് തേടിയപ്പോൾ നമ്മുടെ പ്രകാശനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇത് ചുറ്റും നേരാക്കി തന്നിട്ടുണ്ടെങ്കിൽ അമ്മ അത് സഹായിക്കില്ല, 12 ലക്ഷം ഉറുപ്പ്യ ആകുമെന്ന്. അതിന് അവരെല്ലാം മുടക്കണത്, നമുക്ക് എഴുതി കൊടുക്കേണ്ടത് അവരിൻ്റെ കടമയല്ലേ. ഈ പാവങ്ങൾക്ക് നന്നാക്കുന്നത് അവരല്ലേ നേതാക്കന്മാർ. അവരെന്നെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ പാവങ്ങൾ എന്താ ചെയ്യുക? ഈ കിണർ ചുറ്റും ഈ മെറ്റിൽ സിമെൻ്റ് ഇട്ടിട്ട് വെള്ളം ഇറങ്ങാത്ത പോലെ ആക്കി തരാൻ പറഞ്ഞപ്പോൾ 12 ലക്ഷം ഉറുപ്പ്യ ആകുമെന്ന്. ഉരുൾപൊട്ടൽ ഭീതിയുള്ള പാമ്പൻതോട് നിന്ന് 52 കുടുംബങ്ങളെയാണ് വിജയനഗറിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. കുടിവെള്ളം ലഭിക്കാതെ എന്തു ചെയ്യുമെന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. ഞങ്ങൾ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി കോരുന്നു. ഇവിടുന്ന് ഒത്തിരി പോകണം, ഈ കടയില്ലേ അതിൻ്റെ ഇപ്പുറത്തായി കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരും. കാരണം എല്ലാവരും വെള്ളത്തിൻ്റെ റിസ്ക്കാണ്. ഇല്ല, പുഴയിലൊക്കെ പോയി കുളിക്കാനും അടക്കാനൊക്കെ തിരുമ്പാനൊക്കെ പോകും. കുടിവെള്ളം മാത്രമേ ഇല്ലാത്തത്. അതാ മേഡം ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടും. എന്തായാലും ഇപ്പം എന്താ ചെയ്യുന്നു? സാർമാർ തന്ന വീടല്ലേ, ഒന്നുപോലെ ഞങ്ങളും നോക്കുന്നുണ്ടേ. ഇനി വേറെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പൈപ്പൊക്കെ ഇട്ടുണ്ട്. ചിലപ്പോൾ അടയ്ക്ക് വരും വെള്ളം, വരുന്നില്ല. അപ്പോൾ അതിൽ ഇതിലേ പോയി കൊണ്ടുവരാം. മണ്ണാർക്കാട് താലൂക്കിലെ തത്തേങ്ങലത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകുന്ന നടപടി വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ മന്ത്രിക്ക് നിവേദനം അയച്ചു. 1 മാസത്തിനകം സ്ഥലം നൽകുമെന്ന് സെപ്റ്റംബറിൽ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയത് വൈകുന്ന സാഹചര്യത്തിലാണ് നിവേദനം അയച്ചത്. 4 മാസമായിട്ടും സ്ഥലം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും അറിയാത്ത സാഹചര്യത്തിലാണ് ആദിവാസി കുടുംബങ്ങൾ മന്ത്രിക്ക് നിവേദനം നൽകിയത്. സെപ്റ്റംബർ 19 മണ്ണാർക്കാട് നടന്ന പട്ടയമേളയിലാണ് മന്ത്രി കെ രാജൻ ഇവർക്ക് സ്ഥലം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. 2021 1 ഏക്കർ ഭൂമിയുടെ പട്ടയം ലഭിച്ചിട്ടും തത്തേങ്ങലം മൂച്ചിക്കുന്ന് നിവാസികൾ വാടക വീട്ടിൽ താമസിക്കുന്ന കാര്യം മലബാർ സിറ്റി ന്യൂസ് നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് മന്ത്രിയുടെ ഇടപെടലുണ്ടായത്. മൂച്ചിക്കുന്ന് ഗ്രാമത്തിലുള്ളവർ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 253 പേർക്കാണ് 1 ഏക്കർ വീതം കൃഷിഭൂമി നൽകിയത്. വന്യമൃഗശല്യവും ചെങ്കുത്തായ പ്രദേശവുമായതിനാൽ പലരും ഭൂമി ഏറ്റെടുത്തില്ല. വന്യമൃഗ ശല്യമുള്ളതിനാൽ വീട് വയ്ക്കാനും കഴിഞ്ഞില്ല. അതേസമയം തത്തേങ്ങലത്ത് വീടിന് നൽകാനുള്ള സ്ഥലത്തിൻ്റെ പട്ടയങ്ങൾ തയ്യാറാക്കുന്ന ജോലി പുരോഗമിക്കുകയാണെന്നാണ് റവന്യൂ അധികൃതർ അറിയിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തീയർ ഈഴവൻ്റെ ഉപജാതിയല്ലെന്നും തീയരെ പ്രത്യേക സമുദായമായി അംഗീകരിക്കണമെന്നും തീയ മഹാസഭ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ ഏറ്റവും പ്രബല സമുദായമായ തീയർ ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയല്ല. തീയർ പ്രത്യേക സമുദായമാണെന്നും തീയരുടെ അർഹതപ്പെട്ട സംവരണ ആനുകൂല്യമടക്കം ലഭിക്കുവാനുള്ള സാഹചര്യം നിയമം മൂലം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണമെന്നും മലപ്പുറത്ത് നടന്ന തീയ മഹാസഭ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമുദായത്തിന് അസ്തിത്വം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നു തീയരെ പ്രത്യേക സമുദായമായിട്ട് രേഖപ്പെടുത്തണം. എവിടെ? ഗവൺമെന്റ് രേഖകളിൽ. ഈഴവന്റെ ഉപജാതിയല്ല തീയൻ. 50 ലക്ഷത്തിന് 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന അനൗദ്യോഗികമായ കണക്കിൽ 50, 60, 70 ലക്ഷമുള്ള തീയൻ ഇങ്ങനെയാണ്. അത്രയും പോലും ഇല്ലാത്ത ഈഴവന്റെ ഉപജാതിയായി മാറിയത്. അതുകൊണ്ട് അടിയന്തരമായി സെൻസസ് നടത്തുക. തീയരെ പ്രത്യേക സമുദായമായി ഗവൺമെന്റ് രേഖപ്പെടുത്തണം. സെൻസസിൽ വരുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ വീടുകളിൽ വരുമ്പോൾ ഹിന്ദു എന്ന് കഴിഞ്ഞാൽ ജാതി കോളത്തിൽ തീയ എന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്നത്. 1ാമത്തെ മുദ്രാവാക്യം. തീയരെ പ്രത്യേക സമുദായമായി ഗവൺമെന്റ് രേഖകളിൽ രേഖപ്പെടുത്തുവാനും അർഹതപ്പെട്ട സംവരണം നേടിയെടുക്കുന്നതിനും വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമപോരാട്ടത്തിനും തുടക്കം കുറിച്ചതായി ഗണേഷ് അരമങ്ങാനം പറഞ്ഞു. രാവിലെ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ജനറൽ സെക്രട്ടറി പി കെ ലക്ഷ്മണൻ, സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തൊടി, വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ, സംസ്ഥാന മീഡിയ കൺവീനർ പ്രശാന്ത് മേൽമുറി, ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ,
ജനറൽ സെക്രട്ടറി പ്രകാശ് കോട്ടയിൽ, വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഗോപാലകൃഷ്ണൻ, ട്രഷറർ റിനേഷ്, രാജഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരൻ പത്മശ്രീ ബാലൻ പൂതേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഔദ്യോഗിക ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുദായത്തിലെ അംഗങ്ങളായ പ്രദീപ് പാമ്പലത്ത്, AK ജയൻ എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു. തീയ സമുദായത്തിൻ്റെ ഉൽപ്പത്തിയും പൈതൃകവും എന്ന വിഷയത്തിൽ വാഗ്മിയും എഴുത്തുകാരനുമായ ഡോക്ടർ വത്സൻ പില്ലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ തറവാടുകളിൽ നിന്നെത്തിയ കാരണവന്മാരെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആദരിച്ചു. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ മേലാമുറി കുലുക്കന്തോട് പാലം യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. മേലാമുറി കുലുക്കന്തോടിനു കുറുകെ പാലം എന്നത് നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു. മഴക്കാലം വന്നാൽ തോട്ടിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതോടെ സ്കൂളിലേക്കും മദർസയിലേക്കും തോട് മുറിച്ചു കടക്കാൻ കഴിയാതെ വരുന്നത് നാട്ടുകാർ നിരന്തരം പരാതി ഉന്നയിച്ചിരുന്നു. പുതുതായി നിർമ്മിച്ച പാലം ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. തെങ്കര പഞ്ചായത്ത് അംഗം മേരി ഷിബു അധ്യക്ഷത വഹിച്ചു. TS സലാം, മജീദ് തെങ്കര, TK ഫൈസൽ, അഡ്വക്കേറ്റ് ഷമീർ പഴേരി, TK ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ച് ജനറൽ കോച്ചുകൾ കൂട്ടിയ നടപടിയിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി. പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി. ഇപ്പോൾ 14 കോച്ചുകളുള്ള ട്രെയിനിൽ 2 സ്ലീപ്പർ കോച്ചുകൾ കുറച്ച് 2 ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമല്ല. സ്ലീപ്പർ കോച്ചുകളുടെ കുറവ് മൂലം 150ഓളം യാത്രക്കാർക്ക് ബർത്ത് സൗകര്യങ്ങളോടെ ദീർഘദൂര യാത്ര നടത്താൻ കഴിയുന്നില്ല. മലബാർ മേഖലയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് ചികിത്സയ്ക്കായി യാത്ര ചെയ്യുന്നവർക്കും രാത്രി സമയത്ത് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാട്ടി. രാജ്യറാണി എക്സ്പ്രസിൽ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കുള്ള രോഗികൾ ഉൾപ്പെടെ നിരവധി രോഗികൾ യാത്ര ചെയ്യുന്ന ട്രെയിനാണിത്. ഇതിൽ സ്ലീപ്പർ ക്ലാസ് വെട്ടിക്കുറച്ചത് പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയിലെ മിക്ക എക്സ്പ്രസ് ട്രെയിനുകളും 18 കോച്ചുകളുള്ളതായതിനാൽ രാജ്യറാണി എക്സ്പ്രസിനും 18 കോച്ചുകൾ ഉൾപ്പെടുത്തി സ്ലീപ്പർ ജനറൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്നിൻ്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ചാലിയാർ, ഖനി നിലമ്പൂർ, സവാദ് തുടങ്ങിയവരും പങ്കെടുത്തു. ഈ ആവശ്യമുന്നയിച്ച് വെൽഫെയർ പാർട്ടി മറ്റ് വിവിധ സ്റ്റേഷനുകളിലും പരാതി നൽകി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് കനിവ് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കിടപ്പ് രോഗികളും ബന്ധുക്കളും ആശാപ്രവർത്തകരും വളണ്ടിയർമാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന സദസ്സ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കാര്യങ്ങൾക്കപ്പുറത്ത് അവരുടെ കാര്യങ്ങളോട് അവരെ സംബന്ധിച്ചിട്ടുള്ള ആകുലതകൾ ഉണ്ടാവുക എന്നത് ഒരു സമൂഹത്തിൽ അത്തരം മനസ്സുള്ളവരുടെ ആ മനസ്സിന് കൃത്യമായി നമുക്ക് പ്രോത്സാഹനവും പിന്തുണയും പ്രചോദനവും എല്ലാം നൽകാൻ കഴിയേണ്ടതുണ്ട്. ഇവിടെ ചിലരുടെ എല്ലാം പേരുകൾ പരാമർശിക്കപ്പെടും. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഇടപെടുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയെല്ലാം ഉള്ളപ്പോഴും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരോട് എങ്ങനെ ഐക്യദാർഢ്യപ്പെടാൻ സാധിക്കും, എങ്ങനെ അവർക്ക് താങ്ങായി തണലായി നിൽക്കാനാകും എന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ പേരുടെ പിന്തുണയിലും കരുത്തിലുമാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K ശ്രീലത, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുബ്രഹ്മണ്യൻ, കടമ്പഴിപ്പുറം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശാംബുജം, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ബാസ്, ഒടാമ്പള്ളി വാസുദേവൻ, VTB കോളേജ് മുൻ പ്രിൻസിപ്പൽ ദിലീപ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, NSS വളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2K25 കൂടെ കൂടാം ചേർന്നിരിക്കാം എന്ന പേരിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. തോട്ടര പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കുടുംബ സംഗമം, വാർഷികാഘോഷം, പാലിയേറ്റീവ് ദിനം, വ്യത്യസ്തമായ പേരുകളിൽ നമ്മൾ ഈ പരിപാടികൾ നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ സ്വന്തം വീടിന്റെ മേൽക്കൂരയ്ക്കപ്പുറത്ത് അഥവാ വീടിന്റെ 4 ചുമരുകൾക്കപ്പുറത്തുള്ള ഒന്നും സാധാരണ ദിവസങ്ങളിൽ കാണാൻ കഴിയാത്ത കുറച്ചുപേർ നമ്മുടെ നാട്ടിലുണ്ട്.
അത്തരം ആളുകൾക്ക് പുറത്തിറങ്ങാനും സുഹൃത്തുക്കളെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും തങ്ങളെപ്പോലെയുള്ള മറ്റ് സഹോദരങ്ങളെയും ഒക്കെ കാണാനും ഒക്കെ കഴിയുന്ന സാഹചര്യം എന്നത് താരതമ്യേന അത്തരം അവസരങ്ങൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ പ്രസംഗം കേൾക്കുക, പാട്ട് കേൾക്കുക, അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരം സംഗമങ്ങൾ സമൂഹത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഊർജ്ജം, അത് മനുഷ്യന്റെ മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ്. ആ മാറ്റം കൂടിയാണ് ഇത്തരം സംഗമങ്ങളിലൂടെ എല്ലാം നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഉമ്മർ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് N സാജിറ, ബ്ലോക്ക് മെമ്പർമാരായ ഷീബ പാട്ടത്തുടി, P സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഷൗക്കത്ത്, സമീറ സലീം, മെമ്പർമാരായ M മോഹനൻ, അനസ് പമ്പ്ര, നിഷ രാമൻ, ബഷീർ, ഖദീജ കാസിം, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഭരത് സത്യൻ, ഡോക്ടർ ഇന്ദു, ഡോക്ടർ വനജ എന്നിവർ സംസാരിച്ചു. ഗായിക തീർത്ഥ സുഭാഷ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പാലിയേറ്റീവ് നഴ്സുമാരായ ജൈനി, അശ്വതി, ആശാവർക്കർ ആമിന എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് തീർത്ഥ സുഭാഷ് ഗാനങ്ങൾ ആലപിച്ചു. മജീഷ്യൻ മുസ്തഫ ചെർപ്പശ്ശേരിയുടെ മാജിക് ഷോയും ഗാനാലാപനവും ഉണ്ടായി. ഉച്ചഭക്ഷണത്തിന് ശേഷം പാലിയേറ്റീവ് രോഗി ബന്ധുക്കളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ആശാവർക്കർമാർ, ട്രോമ കെയർ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ലോക പാലിയേറ്റീവ് ദിനത്തിൽ കല്ലടിക്കോട് ആയുഷ് പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ വാർഷികവും പുതിയ പ്രവർത്തന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും ഭക്ഷ്യക്കിറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ നിർവഹിച്ചു. ഘോഷയാത്രയും നടത്തി. വരൂ എല്ലാവരും മുമ്പോട്ട് വരും. സ്വാന്തന പരിചരണം ഓരോ മനുഷ്യരുടെയും കടമയാണെന്ന ബോധ്യത്തോടെ നടത്തിയ വൈവിധ്യമാർന്ന പരിപാടികൾ ശ്രദ്ധേയമായി. പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര സർക്കിൾ ഇൻസ്പെക്ടർ ഷഹീർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പാലിയേറ്റീവ് പ്രസിഡന്റ് ശിവൻ MA അധ്യക്ഷനായി. ചുങ്കം SA/DC ഹാളിനോട് ചേർന്നാണ് ആയുഷ് പാലിയേറ്റീവിന്റെ പുതിയ പ്രവർത്തന കേന്ദ്രം. പാലിയേറ്റീവ് പ്രവർത്തകരും നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്ത പൊതുയോഗത്തിൽ പാലിയേറ്റീവ് സെക്രട്ടറി സണ്ണി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആയുഷ് പാലിയേറ്റീവ് യൂണിറ്റ് രക്ഷാധികാരി ഡോക്ടർ വിൻസെന്റ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന, യൂസുഫ് പാലക്കൽ, ഗോപാലകൃഷ്ണൻ, K രാധാകൃഷ്ണൻ, ബേബി വർഗീസ്, ടോമി ഫെലിക്സ്, ഭാർഗവി ടീച്ചർ, സാജു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. അർഹരായവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ഘോഷയാത്രയിൽ കല്ലടിക്കോട് ദർശന കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മണ്ണാർക്കാട് MET HSS സംഘടിപ്പിക്കുന്ന വിജ്ഞാനീയ ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം ഈ മാസം 18, 22 തീയതികളിൽ നടത്തും. വിദ്യാർത്ഥികളുടെ അറിവും വൈദഗ്ധ്യവും നവീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് MET ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രൊഫസർ സാബു ഐപ്പ് നയിക്കുന്ന മണ്ണാർക്കാട് ഉപജില്ലാതല LP വിഭാഗം മത്സരം ജനുവരി 18-നാണ്. ജില്ലയിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മത്സരം 22-നാണ്. മൃദുൽ M മഹേഷ് മത്സരം നയിക്കും. LP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമിന് 5000 രൂപയും 2ാം സ്ഥാനം നേടുന്ന ടീമിന് 3000 രൂപയും 3ാം സ്ഥാനം നേടുന്ന ടീമിന് 1000 രൂപയുമാണ് ക്യാഷ് അവാർഡ്. UP HS വിഭാഗങ്ങളിൽ 1ാം സ്ഥാനക്കാർക്ക് 10000 രൂപയാണ് സമ്മാനം. 2ാം സ്ഥാനക്കാർക്ക് 5000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 2000 രൂപയും ക്യാഷ് അവാർഡ് നൽകും. കൂടാതെ വിജയികളാകുന്ന ടീമിന് ചാമ്പ്യൻസ് ട്രോഫി, സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് എന്നിവയും പങ്കെടുക്കുന്ന എല്ലാ ടീമിനും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നൽകും. MET ഈ വർഷം വിജ്ഞാനീയ ക്വിസ് മത്സരം നടത്തുകയാണ്. വിദ്യാർത്ഥികളുടെ അറിവും വൈദഗ്ധ്യവും നവീകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി MET EMHSS എന്ന വിജ്ഞാനീയ ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം പുനരാരംഭിക്കുകയാണ്. 2004 മുതൽ ആരംഭിച്ച ക്വിസ് മത്സരം കോവിഡിന് ശേഷം വീണ്ടും സംഘടിപ്പിക്കുന്നു. പ്രൊഫസർ സാബുയിൽ ക്വിസ് മാസ്റ്റർ ആകുന്നു. മണ്ണാർക്കാട് ഉപജില്ലാതല LP വിഭാഗം മത്സരം ജനുവരി 18-ാം തീയതി. ശ്രീ മൃദുൽ M മഹേഷ് ക്വിസ് മാസ്റ്റർ ആകുന്ന പാലക്കാട് ജില്ലയിലെ UP HS
HS വിഭാഗം വിദ്യാർത്ഥികൾക്കായുള്ള മത്സരം ജനുവരി 22-നും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു. LP വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് 5000 രൂപയും രണ്ടാം സ്ഥാനം 3000 രൂപയും മൂന്നാം സ്ഥാനം 1000 രൂപയും ക്യാഷ് അവാർഡ് നൽകുന്നതാണ്. UPHS മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് 10000 രൂപയും രണ്ടാം സ്ഥാനം 5000 രൂപയും മൂന്നാം സ്ഥാനം 2000 രൂപയും ക്യാഷ് അവാർഡ് നൽകുന്നതാണ്. കൂടാതെ വിജയികളാവുന്ന ടീമിന് ചാമ്പ്യൻസ് ട്രോഫി, സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് എന്നിവയും നൽകുന്നതാണ്. LP വിഭാഗക്കാർക്ക് മണ്ണാർക്കാട് AO സി അബൂബക്കറും UP ഹൈസ്കൂൾ വിഭാഗക്കാർക്ക് മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറും സമ്മാനദാനം നടത്തും. MET പ്രസിഡന്റ് സി മുരളികുമാർ, സെക്രട്ടറി ജോബ് ഐസക്, വൈസ് പ്രസിഡന്റ് മത്തായി E. പെൻ, ജോയിന്റ് സെക്രട്ടറി വിനി ജേക്കബ് തോമസ്, ഡയറക്ടർമാരായ പ്രൊഫസർ സാബു ഐപ്പ്, KS ശിവദാസൻ, TK സുബ്രഹ്മണ്യൻ, ബിജിമോൻ ഇലവുങ്കൽ, ബാസ്ത് മുസ്ലിം, പ്രിൻസിപ്പൽ വിദ്യാനൂപ്, വൈസ് പ്രിൻസിപ്പൽ NK രോഹിണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലമ്പുഴ ഉദ്യാനം പുഷ്പോത്സവത്തിനൊരുങ്ങി. മേളയോടനുബന്ധിച്ച് വിവിധ കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മലമ്പുഴ ഉദ്യാനത്തിൽ ജലസേചന വകുപ്പും DTPCയും സംയുക്തമായാണ് പൂക്കളുടെ വിസ്മയലോകം സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് A. പ്രഭാകരൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഫ്രഞ്ച് മേരി, ഗോൾഡ് എന്നീ വിവിധ ഇനം ചെണ്ടുമല്ലികൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓർക്കിഡ്, സൂര്യകാന്തി, കോസ്മോസ്, പെറ്റിയൂണിയ, മേരിഗോൾഡ് തുടങ്ങിയ നിരവധി ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുകം ഉണർത്തുന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി സന്ദർശകർ ഇത്തവണ പുഷ്പോത്സവം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയായിരിക്കും പ്രവേശനം. മേളയോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും നടക്കും. ജനുവരി 22-ന് പുഷ്പോത്സവം സമാപിക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തോൽപ്പാവ കൂത്തുത്സവം കൊടിയേറി. കൂത്തുത്സവത്തിന് സമാപനം കുറിച്ച് പുത്തനാൽക്കൽ കാളവേല ഫെബ്രുവരി 12-ന് ആഘോഷിക്കും. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരമാസം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തുത്സവത്തിനാണ് ബുധനാഴ്ച കൊടിയേറിയത്. തന്ത്രി അണ്ടലാടിമനയ്ക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ചെർപ്പളശ്ശേരി ജയവിജയന്മാർ നയിച്ച മേളവും നിറപറ സമർപ്പണവുമുണ്ടായി. കൂത്തുപുറപ്പാടിൻ്റെ ഭാഗമായി കാളവേലപ്പറമ്പിൽ പുലർച്ചെ വലിയപറമ്പിൽ ശിവശങ്കരൻ, ഗോപി അടുക്കത്ത്, വലിയപറമ്പിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൂത്തിനും മുളയിട്ടു. രാത്രി അനിൽകുമാർ കല്ലേക്കുളങ്ങരയുടെയും TR പരമേശ്വരൻ്റെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ സംഗീത സമന്വയവും പിന്നീട് ചെർപ്പശ്ശേരി ഹരിഹരൻ്റെയും ചെർപ്പശ്ശേരി രാജേഷിൻ്റെയും നേതൃത്വത്തിൽ കേളിയും അരങ്ങേറി. അർദ്ധരാത്രിക്ക് കതിരേറ്റം നടന്നു. തുടർന്ന് കൂത്തുമാടത്തിൽ കൂനത്തറ K. വിശ്വനാഥപുലവരുടെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ രാമായണം തോൽപ്പാവക്കൂത്ത് തുടങ്ങി. ഫെബ്രുവരി 11-നാണ് ക്ഷേത്രത്തിലെ പൂരം. പ്രസിദ്ധമായ കാളവേല 12-ന് ആഘോഷിക്കും. 13-ന് താലപ്പൊലിയോടെയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുക. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് തുടക്കമായി. ജനുവരി 21-ന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒരാഴ്ചക്കാലം ഇനി ഉത്സവ നാളുകളാണ്. കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവ കൊടിയേറ്റം. ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ഉത്സവ നാളുകളിലെ കലാപരിപാടികൾക്കും തുടക്കമായി.
ഡോക്ടർ രാഗയുടെ മോഹിനിയാട്ടത്തോടെയായിരുന്നു കലാപരിപാടികൾ തുടങ്ങിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവവും അവിൽ നിവേദ്യവും ആരംഭിച്ചു. ഫെബ്രുവരി 12-നാണ് ചടങ്ങുകൾ അവസാനിക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വില്യമംഗലം സ്വാമിയാർ തുടങ്ങിവെച്ചതാണ് ഈ വഴിപാട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മകരമാസത്തിൽ സ്വാമിയാർ രാത്രി ക്ഷേത്രത്തിലെത്തുകയും സമീപത്തുള്ള വാര്യത്ത് ചെന്ന് കൈകൊട്ടി വിളിച്ച് അത്താഴത്തിന് എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വാര്യർ അവിൽ, നാളികേരം, ശർക്കര എന്നിവ നൽകുകയും ചെയ്തു. ഇത് ഭഗവാന് നിവേദിച്ച് വാര്യത്തേക്ക് ഒരു ഓഹരി കൊടുത്തതിനു ശേഷം അദ്ദേഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ മകരമാസത്തിലും അവിൽ വഴിപാട് ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. ഭക്തജനങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ഈ വഴിപാട് ഇന്നും നടത്തിപ്പോരുന്നു. അവിൽ നിവേദിച്ച ശേഷം ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിൽ പ്രസാദമായി നൽകി വരുന്നു. അവിൽ വാങ്ങിയതിനു ശേഷം ഭക്തർ അയ്യപ്പൻ്റെ നടയിലും ആൽമര ചുവട്ടിലും ആർപ്പ് വിളിക്കും. സ്വാമിയാർ കൈകൊട്ടി വിളിച്ചതിൻ്റെ സ്മരണയ്ക്കായി കൈകൊട്ടൽ ചടങ്ങിന് ശേഷമാണ് അവിൽ നിവേദിക്കുക. ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ഠി ഫെബ്രുവരി 1-നും തൈപ്പൂയം ഫെബ്രുവരി 11-നും ആഘോഷിക്കും. തല കുടത്തിൽ കുടുങ്ങിയ തെരുവ് നായയ്ക്ക് രക്ഷകനായി പരിസ്ഥിതി പ്രവർത്തകനും അനിമൽ റെസ്ക്യൂവറുമായ കൈപ്പുറം അബ്ബാസ്. പട്ടാമ്പി പരുതൂരിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പരുതൂർ പഞ്ചായത്തിലെ അരനാത്തുപറമ്പിൽ കക്കോട് പൊറ്റമ്മൽ താമിയുടെ വീട്ടിലായിരുന്നു സംഭവം. വീട്ടുകാർ കഞ്ഞിവെള്ളം നിറച്ചു വെച്ച കുടത്തിലാണ് തെരുവ് നായ തലയിട്ടത്. ഭക്ഷണാവശിഷ്ടം ലഭിക്കുമോ എന്നറിയാനായിരുന്നു കുടത്തിൽ നായ തലയിട്ടത്. എന്നാൽ പിന്നീട് ഏറെ ശ്രമം നടത്തിയിട്ടും തല ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ വീട്ടുകാരും ആശങ്കയിലായി. അലുമിനിയത്തിന്റെ കുടമായതിനാൽ വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. തുടർന്നാണ് പരിസ്ഥിതി പ്രവർത്തകനും അനിമൽ റെസ്ക്യൂവറുമായ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിച്ചത്. രാത്രി 10 മണിയോടെ അബ്ബാസ് സ്ഥലത്തെത്തി. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിന് ശേഷം കുടം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയായിരുന്നു. വലിയ പരിശ്രമം തന്നെ നായ രക്ഷിക്കാൻ വേണ്ടിവന്നുവെന്ന് കൈപ്പുറം അബ്ബാസ് പറഞ്ഞു. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഏലംകുളത്തുകാർ ഇനി മറ്റെങ്ങും പോകണ്ട. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഫ്യൂവൽ സ്റ്റേഷൻ ഏലംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പമ്പ് ഉദ്ഘാടനം ചെയ്തു. മുതുകുർശി ചെറുകര റൂട്ടിൽ ഏലംകുളം പഞ്ചായത്തിന് സമീപമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഫ്യൂവൽ സ്റ്റേഷൻ ISRR ഫ്യൂവൽസ് പ്രവർത്തനം ആരംഭിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏലംകുളത്തിന് ഇന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ ബങ്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഏലംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും എന്നോണം നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ ഗ്രാമീണ മേഖലകളിലൊക്കെ എണ്ണം പറഞ്ഞ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ
നമ്മുടെ ഗ്രാമപ്രദേശത്തിലും ഇത്തരം ഒരു പെട്രോൾ ബങ്ക് കിട്ടി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടുത്തെ സാധാരണക്കാരുടെ വീട്ടിൽ പോലും ഏറ്റവും കുറഞ്ഞത് ഒരു വണ്ടിയെങ്കിലും ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ ടൗണിൽ പോയി ആശ്രയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ വീട്ടുപടിക്കൽ എന്നുള്ള രീതിയിൽ ഒരു പെട്രോൾ ബങ്ക് ഏലംകുളത്തിന് അനുവദിച്ച് കിട്ടിയത് മഹാഭാഗ്യമായി കരുതുന്നു. ഈ നാട്ടുകാരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഈ IOCയുടെ പമ്പ് ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഇസാക്ക്, അവരുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരോട് നമ്മുടെ നാടിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ദിനേന ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ചെറുകര മുതുകുർശി റൂട്ടിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമില്ലാത്തത് ഏറെക്കാലമായി നിലനിന്നിരുന്ന പ്രതിസന്ധിയായിരുന്നു. ഇതിന് പരിഹാരമായാണ് ഏലംകുളത്ത് പുതിയ പമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഏറ്റവും മികച്ച ഇന്ധനം ഉത്തരവാദിത്തോടുകൂടി വാഹനങ്ങളിലേക്ക് നിറയ്ക്കാനുള്ള സൗകര്യമാണ് ISRR ഫ്യൂവൽസിൽ ഒരുക്കിയിരിക്കുന്നത്. മഹൽ ഖത്തീബ് അലി അസ്കർ ഫൈസി ഉദ്ഘാടന ചടങ്ങിൽ പ്രാർത്ഥന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പ്രൊപ്പറേറ്റർ VK ഇസ്ഹാഖ്, VK സിദ്ദീഖ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ, മെമ്പർമാരായ മനോജ്, ഭാരതി, C. സാവിത്രി, രമ്യ മാണിത്തൊടി, സ്വപ്ന സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി, ചമയം ബാപ്പു, C. ബാപ്പു മുസ്ലിയാർ, MIC സെക്രട്ടറി മൂസ ഹാജി, VK മൊയ്തീൻ, CA ദാരിമി, ഇസ്മായിൽ മാസ്റ്റർ, ഏലംകുളം സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഗോവിന്ദപ്രസാദ്, തഹസിൽദാർ വേണുഗോപാൽ, T. നൌഷാദ്, ഹുസൈൻ മാടാല, M. മൊയ്തീൻ മൗലവി, PK ഷൗക്കത്ത്, P. അബ്ദുറഹിമാൻ, PK കേശവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏലംകുളത്തെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. നമ്മൾ കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പെട്രോൾ പമ്പ് എന്ന സ്വപ്നം ഇന്ന് ഏലംകുളത്ത് പൂവണിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഏലംകുളത്തുകാർക്ക് പെട്രോളും ഡീസലൊക്കെ അടിക്കണമെങ്കിൽ രാമന്തോളോ പെരിന്തൽമണ്ണയോ പോവേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ വീട്ടുപടിക്കൽ തന്നെ ഇന്ന് പെട്രോൾ പമ്പ് ബഹുമാനപ്പെട്ട മുസ്തഫ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ പമ്പ് ഇവിടെ എത്തുന്നതിന് വേണ്ടി, നമ്മളെ ഈ പമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇസാക്കിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പമ്പ് ഉടമകൾ ഏലംകുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് സംഭാവനയായി നൽകുന്ന തുകയും ചടങ്ങിൽ കൈമാറി. ഏലംകുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളായ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട്, സക്കീർ മാസ്റ്റർ, അസീസ് മാസ്റ്റർ, AK മുഹമ്മദ് എന്നിവർ സംഭാവന തുക ഏറ്റുവാങ്ങി. പമ്പ് തുറക്കാൻ ചിന്തിച്ചത് മുതൽ നാട്ടുകാർ നൽകിയ പിന്തുണയാണ് തനിക്ക് പ്രചോദനമായതെന്നും തുടർന്നും ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും പമ്പുടമ VK ഇസ്ഹാഖ് പറഞ്ഞു. വളരെ ഏറെ നാളത്തെ പ്രയത്നം കൊണ്ടാണ് നമുക്കൊരു പെട്രോൾ പമ്പ് ഈ ഏലംകുളത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് AK മുസ്തഫ സാഹിബും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബും ഈ നാട്ടിലെ മുഴുവൻ മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചേർന്ന് ഒരു ജനകീയമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. അപ്പോൾ അത് നേരത്തെയുള്ള പോലെയല്ല, ഇപ്പോൾ എല്ലാ വീടുകളിലും വണ്ടിയില്ലാത്ത വീടുകളില്ല. അപ്പോൾ അവരൊക്കെ ഇത് തുടങ്ങാനുള്ള താമസം വരുമ്പോൾ എന്നെ ചീത്ത പറയായിരുന്നു, എന്താണ് തുടങ്ങാത്തതെന്നുള്ളത്. എന്തായാലും ഇന്ന് അതെല്ലാം പൂർത്തീകരിച്ചതിലുള്ള ഒരു ചാരിതാർത്ഥ്യം നാട്ടുകാർക്കുണ്ട്. അതുപോലെ തന്നെ എനിക്കും ആ സന്തോഷം ഇന്ന് ഉണ്ട് എന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബാക്രമണം, പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. അക്രമത്തിന് ഉപയോഗിച്ച കത്തിയും പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പട്ടാമ്പി തൃത്താലയിൽ ലഹരിമരുന്ന് വേട്ട, വാഹന പരിശോധനയ്ക്കിടെ മെത്താഫിറ്റമിനുമായി 3 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഓങ്ങല്ലൂർ സ്വദേശികളാണ് പിടിയിലായത്. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് കോൺഗ്രസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളി. നഗ്നമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഭരണസമിതി നടത്തുന്നതെന്ന് നേതാക്കൾ. വേനലെത്തും മുമ്പ് തന്നെ കുടിവെള്ളമില്ലാതെ നട്ടം തിരിഞ്ഞ് കാഞ്ഞിരപ്പുഴ പാങ്ങോട് വിജയനഗറിലെ കുടുംബങ്ങൾ. പ്രളയത്തെ തുടർന്ന് പാമ്പൻതോട് നിന്നും ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ച 52 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുന്നത്.
പൈപ്പ് കണക്ഷൻ ലഭിച്ചെങ്കിലും വെള്ളം കിട്ടാക്കല്ല. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കര ഭഗവതി ക്ഷേത്രത്തിൽ കൂത്തുത്സവത്തിന് കൊടിയേറി. ഇനി മകരം മുഴുവൻ പരിപാടികൾ. കാളവേല ഫെബ്രുവരി 12-ന്. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾ തുടങ്ങി.